ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ ബ്ലോഗിലോട്ട് സുസ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ മൈ ലൈഫാണ് വിത്ത് അൽഫോൺസ. അപ്പം നമ്മൾ ഉടൻ തന്നെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അധികം ദൂരമായിട്ടൊന്നും അല്ല, നമ്മുടെ കടവൂർ പള്ളി എന്ന് പറയുന്നൊരു പള്ളിയിലാണ്. അവിടെ പെരുന്നാളാണ്. അവിടെ പോവുകയാണ്. ഈ വരുന്ന 27-ാം തീയതി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ആ പള്ളിയിലെ നോട്ടീസും പിന്നെ എൻ്റെ ഡേ മൈ ലൈഫ് സൂമേനെ പിന്നെ ഞങ്ങളുടെ ഫിഷ് ടാങ്കൊക്കെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ് അപ്പം ഇവിടെ വെട്ടമില്ല കേട്ടോ, ഇവിടെ ഒന്ന് കാണിക്കാം. ഫ്രണ്ട്സ് ഇപ്പം ഇതാണ് അവിടുത്തെ നോട്ടീസ്. ഇതാണ് ഗീവർഗീസ് പുണ്യാളൻ്റെ പള്ളിയാണ്. ഗീവർഗീസ് പുണ്യാളൻ്റെ പള്ളിയാണ്. ഗീവർഗീസ് പുണ്യാളാണ്. അതുകൊണ്ട് അവിടെ 2024 ഏപ്രിൽ 23 ചൊവ്വ, അതായത് ഇന്നലെ തുടങ്ങി. ചൊവ്വ മുതൽ മെയ് 7 വരെ ആണ് അവിടുത്തെ പെരുന്നാൾ. അപ്പം ഇതൊക്കെ വായിക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അതൊക്കെ സമയമുള്ളപ്പോൾ ഇരുന്ന് വായിക്കാം. ഇത് പെരുന്നാളിനെ പറ്റിയുള്ളൊരിതാണ്. ഇതാണ് ഇത് പുണ്യാളനെന്ന് പറഞ്ഞാൽ ഒരു സൈന്യത്തിൻ്റെ നേതാവെങ്ങാണ്ടായിരുന്നു. ഇത് പുണ്യാളൻ്റെ ജീവിത ചരിത്രമാണ്. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സമയമുള്ളപ്പോൾ ഇരുന്ന് വായിക്കുക. ഇതാണ് പുണ്യാളൻ്റെ കൊച്ചിലത്തെ രൂപം. ഇതാണ് വലിയ അപ്പത്തെ രൂപം. ഇത് ജീവചരിത്രം. ഇതാണ് മറ്റേ പെരുന്നാളിൻ്റെയൊക്കെ. ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കുക. പിന്നെ ഇപ്പറോന്ന് പറയുന്നത് പെരുന്നാളിനെ പറ്റി ഉള്ള ഒരു കുറിപ്പൊക്കെയാണ്. ആ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. പുണ്യാളൻ്റെ ഫോട്ടോ ഉണ്ട് അവിടെ. സ്റ്റാർട്ട് ചെയ്യുന്നത് 23, അതായത് ഇന്നലെ. ഇന്നലത്തെ പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2024 ഏപ്രിൽ 23 ചൊവ്വ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇന്നത്തത് ബുധൻ. ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 24 ബുധൻ പരിപാടികളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 25-ാം തീയതി, അതായത് നാളെ വ്യാഴം, അപ്പോഴത്തെ പരിപാടികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 27, ഇത് നമ്മൾ പോകുന്ന ദിവസമാണ്. 27 ശനിയാഴ്ച. ഇപ്പം ആ ദിവസമാണ് കൊടിയേറ്റ്, അതായത് കൊടിയേറ്റ് ചടങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ അന്നാണ്. ഇതൊക്കെ വായിക്കേണ്ട ആളുകൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കാവുന്നതാണ്. ഞാൻ ഓരോന്നായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കാം. അപ്പം ഇതാണ് നമ്മൾ പോകുന്നത്. നമ്മൾ 3 ദിവസം പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. നടക്കുമെന്ന് അറിഞ്ഞുകൂടാ, നോക്കും നമ്മൾ. ഇത് 28-ാം തീയതിയിലത്തെ ഞായറാഴ്ച. 28-ാം തീയതി ഞായറാഴ്ചത്തെ പരിപാടികളൊക്കെ ഇവിടെ സമയം അനുസരിച്ച് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ച് നോക്കുക. ഇത് 29 തിങ്കളാഴ്ചയാണ്. പിന്നെ ആഗ്നൽ ഇന്നില്ല. ആഗ്നലും പപ്പയും കൂടെ ഒരു പൂജയ്ക്ക് പോയേക്കാണ്. അതായത് ഞാനാണ് ഇന്ന് വീഡിയോ ഫുള്ള് ഷൂട്ട് ചെയ്യുന്നത്. അതായത് അതിൻ്റെ അനുസരിച്ച് പോരായ്മകളൊക്കെ വരും. നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക. ആഗ്നൽ വീഡിയോ എടുക്കുന്നെങ്കിൽ നന്നായിട്ട് വീഡിയോ എടുക്കും. ഞാൻ എടുത്ത അത്ര ശരിയാവത്തില്ല. തിങ്കളാഴ്ചത്തത്. പിന്നെ ചൊവ്വാഴ്ചത്തെ 30-ാം തീയതി. ഇത് 7-ാം തീയതി വരെ ഉണ്ട്. ഇത് 30-ാം തീയതി. ഏപ്രിൽ ലാസ്റ്റ് ദിവസമാണ് 30-ാം തീയതി, വെള്ളിയാഴ്ച. അന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോയാൽ 1-ാം തീയതി. 1-ാം തീയതി ഒരു ബിഗാണ്. അപ്പം നമ്മുടെ മുല്ലശ്ശേരി പിതാവൊക്കെ വരുന്ന ദിവസമാണ് 1-ാം തീയതി, ബുധനാഴ്ച. അന്നത്തെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-ാം തീയതി വ്യാഴാഴ്ച, വ്യാഴം.
വ്യാഴാഴ്ച 2-ാം തീയതി അപ്പോഴത്തെ പരിപാടികളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പള്ളിയിൽ ദാണ്ടെ സ്നേഹവിരുന്നുള്ളതാണ്. പിന്നെ എല്ലാ പള്ളിയിലും കാണും പെരുന്നാളിന്. പിന്നെ വെള്ളിയാഴ്ച 3-ാം തീയതി അപ്പോഴത്തെ പരിപാടികളും കൊടുത്തിട്ടുണ്ട്. പിന്നെ 4-ാം തീയതി അപ്പോഴത്തെ പരിപാടികളും കൊടുത്തിട്ടുണ്ട്. ശനിയാഴ്ച 4-ാം തീയതി, ശനിയാഴ്ച അത് വെള്ളിയാഴ്ച അതിൻ്റെ പരിപാടികളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5-ാം തീയതി ഞായറാഴ്ചത്തെ പരിപാടികളും അവിടെ കൊടുത്തിട്ടുണ്ട്. സമയം അനുസരിച്ച് അവിടെ സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്ന സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 6-ാം തീയതി 7 വരെ ഉള്ളേ 6-ാം തീയതി ഇട്ടത്. 6-ാം തീയതിത്തെ പരിപാടികളും സമയവും 6-ാം തീയതി തിങ്കളാഴ്ചയാണ്, തിങ്കളാഴ്ച ഉള്ള പരിപാടികളും. പിന്നെ 7-ാം തീയതി പെരുന്നാൾ ദിവസം. പിന്നെ നമ്മൾ ചിലപ്പോൾ ഒക്കെ ആഘോഷിക്കുന്ന 1-ാം തീയതിയാണ് പെരുന്നാൾ. അതായതാണ് 1-ാം തീയതി 1-ാം തീയതി മുല്ലശ്ശേരി പിതാവൊക്കെ വന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ടൊക്കെ. പക്ഷേ 1-ാം തീയതിയാണ് റിയൽ പെരുന്നാൾ. പക്ഷേ 7-ാം തീയതിയിലോട്ട് വെച്ചേക്കുന്നതേ ഉള്ളൂ. പക്ഷേ 1-ാം തീയതിയും 7-ാം തീയതിയും ഉണ്ട്. പിന്നെ കൊടി ഏറ്റിന് പ്രദക്ഷിണമുണ്ട്. ഇവിടെയും പ്രദക്ഷിണം ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളിയാഴ്ച 7-ാം തീയതി ചൊവ്വാഴ്ച 7-ാം തീയതി സമാപനം. ഒരു കൊടിയുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊടി ഇറക്കുണ്ട്. തിരുനാൾ കൊടിയിറക്ക് അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബുക്കിൽ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് നാടകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 30-ാം തീയതി ഈശോയുടെ ഇതുണ്ട്. പിന്നെ 1-ാം തീയതി ഇതുമുണ്ട്. പിന്നെ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇതൊക്കെയാണ്. ഒരു കുരിശിൻ്റെ ഒരു ഇതുണ്ട്. അപ്പുറം 2 മാലാഹമാർ, ഇവിടെ ഒരു മാലാഹ, ഇവിടെ ഒരു മാലാഹ. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ, ചുറ്റിടാം. അവിടെ തിരിയൊക്കെ കത്തിക്കുന്ന ഒരു സ്ഥലമാണ്. കടവൂർ പള്ളി പോയിട്ടുള്ളവർ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ കെട്ടിയതാണെന്ന് തോന്നുന്നു. ഞാൻ അന്നൊന്നും പോയപ്പോൾ കണ്ടിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് പള്ളിയാണ് കേട്ടോ. ഇതിൻ്റെ താഴെ 7 സ്റ്റാർ സുന്നാൻ്റെ കായലിൻ്റെ അവിടെ 7 സ്റ്റാർ സുന്നാൻ്റെ ഒരു കുഞ്ഞു കുരിശടി ഉണ്ട്. അത് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ പള്ളി. ഇത് പള്ളിയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് പള്ളി, അത് കുരിശടി. അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്ന ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും 27-ാം തീയതി ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളെന്ന് ഞാൻ പറയത്തില്ല, ഇനിയും വീഡിയോ ഉണ്ട് പിള്ളാരേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.